ഹലോ ഗുഡ് മോർണിംഗ് ഗായ്സ്. ഗുഡ് മോർണിംഗ് ആണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, നട്ടപ്പുറ വെയിലാണ് കേട്ടോ. അപ്പോൾ അതെ അതിൻ്റെ ഇടയിൽ ഞാൻ കുറച്ച് മയിലിനെ കണ്ടു. പക്ഷെ എനിക്ക് വീഡിയോസ് എടുക്കാൻ പറ്റിയില്ല. എടുത്തു, പക്ഷെ അവർ നല്ലപോലെയൊക്കെ കിട്ടിയില്ല. അപ്പോൾ അതെ ഞാൻ ഓട്ടൊക്കെ ആയിട്ട് വന്നതായിരുന്നു, ഓട്ടൊക്കെ ചെയ്തു. അപ്പോൾ അതിൻ്റെ ഇടയിലേക്ക് ചെറുതായിട്ട് പനി കിട്ടി. പനി എന്താണെന്ന് വെച്ചാൽ പനിച്ചു പോയി. പനിയും ജലദോഷമൊക്കെ കൂടി ആയതുകൊണ്ട് ഇത്തിരി ഇൻഫെക്ഷൻ ഉണ്ട്. പിന്നെ മൂത്രത്തിൽ ചെറിയ പഴുപ്പ് അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉള്ള കാരണം കുറച്ച് റെസ്റ്റ് പറഞ്ഞേക്കണം. അപ്പോൾ ഞാൻ നേരെ എന്തായാലും ഓട്ടിന് വന്നല്ലോ, അപ്പോൾ വീട്ടിൽ നിന്നു. പിന്നെ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് മദ്രസകൾക്ക് അവധിയല്ലേ, അങ്ങനെ അതാ ഞാൻ വന്നതാണ് കേട്ടോ. ഇത് കണ്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാനിപ്പോൾ 2-3 ദിവസമായിട്ട് ഷോപ്പ് അവധിയായിരുന്നു. അപ്പോൾ ഇന്നൊരു ദിവസം ഷോപ്പിലേക്കൊന്ന് പോകണം. പോയിട്ട് തയ്ച്ച് വെച്ചതൊക്കെ ഒന്ന് കൊടുക്കാനുണ്ട്. പിന്നെ ഒക്കെ ഒന്ന് അർജൻറ്റായിട്ടൊന്ന് കൊടുക്കാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ പോവുകയാണ് കേട്ടോ. തീരെ വയ്യ, നല്ല വെയിലുണ്ട്. ഇതേ ഗൈസ്, ഓരോ വർഷവും എൻ്റെ നാട് ഒരുപാട് മാറ്റങ്ങൾ വരുന്നുണ്ട് അല്ലേ. പണ്ട് ഇവിടെ അങ്ങനെ ഒന്നും ആയിരുന്നില്ല. പണ്ട് എന്നല്ല, ഒരു 4-5 മാസം മുന്നേ ഒന്നും ഇവിടെ അങ്ങനെ ആയിരുന്നില്ല. അപ്പോൾ അതൊക്കെ കൊണ്ട് JCB കൊണ്ടു പരത്തി ആകെ ഇതാക്കിയിരുന്നു. അതിൻ്റെ ഇടയിൽ ചുമക്കണ എനിക്കൊന്നും സംസാരിക്കാൻ പറ്റണില്ല കേട്ടോ. അപ്പോൾ അതെ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് കേട്ടോ നമ്മളുടെ നാട്ടിൽ. കണ്ടോ, ഇങ്ങനെയൊക്കെ ആയി ഇവിടെ. അതായത് പുതുതായിട്ട് ഇപ്പോൾ കയറ്റിയ പള്ളിയാണ്, നല്ല രസമില്ല. ഇതിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞോന്ന് അറിയില്ല കേട്ടോ. ഇന്നോ നാളത്തെ തോന്നുന്നു ഉദ്ഘാടനം. അപ്പോൾ അതാ നമ്മളെ സെൻറ്റ് ജോസഫ് സ്കൂളിൽ അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാ സ്കൂളിലും അഡ്മിഷനൊക്കെ ആരംഭിച്ചു കൊടുത്തില്ലേ. അതേ നല്ല വെയിലുണ്ട് കേട്ടോ. എന്തായാലും വൈകുന്നേരം ആകുമ്പോഴത്തേനും മുട്ടൻ പണി കിട്ടാൻ സാധ്യത ഉണ്ട് വെയിൽ കൊണ്ടിട്ട്. ഞാനാട്ടോ കുട എടുത്തിട്ടില്ല. അമ്പോ എനിക്ക് വയ്യ ആലോചിക്കാൻ. ഇതേ സമയം 9 മണി ആവാറാവണുള്ളൂ. 9:30ക്കാണ് ബസ്. അപ്പൊക്ക് ചെന്നിട്ട് തയ്ക്കാനുള്ള ഡ്രസ്സ് ഒരു സ്കേർട്ടും ടോപ്പാണ് കേട്ടോ. അപ്പോൾ അതിലേക്ക് നൂല് വാങ്ങാണ്ട്. അപ്പോൾ എന്തായാലും ഇവിടുന്ന് വാങ്ങിക്കാണ്ട് പോവാൻ വിചാരിച്ചു. അപ്പം ഇനി ഷോപ്പിലെത്തിയതിൻ്റെ ശേഷം ഇല്ലെങ്കിൽ അപ്പോൾ അതെ നൂല് എന്താ പറയുക, റോസ് നൂലും പിന്നെ ഒരു ക്രീം കളറും ഉണ്ട്. അപ്പോൾ ക്രീം കളർ അവിടെ ഉണ്ടോയെന്നൊരു സംശയമുണ്ട്. അപ്പോൾ ഞാൻ റോസ് വാങ്ങി. അപ്പോൾ അത് വാങ്ങിയതിൻ്റെ ശേഷം പിന്നെ ഞാൻ എന്താ മക്കാബിൽ പോയിട്ട് നമ്മളുടെ സ്ഥിരം വാങ്ങണ ചോക്ലേറ്റോ എന്തെങ്കിലുമൊക്കെ വാങ്ങണം വിചാരിച്ച് വന്നു. അപ്പോൾ ഇതൊക്കെ ഇപ്പോൾ ഇറങ്ങിയ മോഡലാണ് കേട്ടോ. മുന്നേ വരുന്നപ്പോഴൊന്നും ഇങ്ങനത്തൊന്നും കണ്ടില്ലേ. ഇത് നമ്മളുടെ ആ വെജിറ്റബിൾസ് ഡ്രൈ ഫ്രൂട്ട്സ് ആക്കി വെക്കൂലേ, ഡ്രൈ ആക്കി വെച്ച് അതാണ് കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ അതിൻ്റെ ഇടയിൽ കുനാഫ വാങ്ങി കേട്ടോ. കുനാഫയുടെ ചോക്ലേറ്റൊക്കെ വാങ്ങി. അപ്പോൾ എനിക്ക് 9:30 ആവണം ബസ് വരാൻ. അപ്പോൾ അതിൻ്റെ ഇടയിൽ എൻ്റെ ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞ് ഞാൻ അതേ ബസ്സിലാണ് കേട്ടുള്ളത്. അപ്പോൾ നമ്മളുടെ ബസ്സൊക്കെ വന്നു. ആകെ ക്ഷീണിച്ച് ചുമച്ചിട്ട് ഒരു പരിവഹിക്കണ്. അങ്ങനെ അതാ അതേ അതിൻ്റെ ഇടയിൽ സാധനം കാണിച്ചിട്ട് അതേ കണ്ട ആ ഫ്ലവർ വൈസ് കണ്ട, ഫ്ലവറല്ല ഒരു ഇല പോലത്തേന്. അപ്പം ഞാനത് കോഴിക്കോട്ട് നിന്ന് വരുമ്പോൾ വാങ്ങിയാട്ടോ. അപ്പം ഞാനിതേ ബസ്സിൽ വെച്ചിട്ടുണ്ടത്. ബസ് ഏതാണെന്ന് വെച്ചാൽ നമ്മൾ സ്ഥിരം KKB കേട്ടോ. അപ്പോൾ അതെ ഞാൻ ഷോപ്പിലെത്തിയിട്ടുണ്ട്. വന്നു, എൻ്റെ ചെടിക്കൊക്കെ വെള്ളം പാർന്നു. അപ്പോൾ അതിൻ്റെ ഉള്ളൊക്കെ ഞാൻ പോണ അന്ന് രാത്രി തന്നെ ഞാൻ ഏകദേശം ഇതിൻ്റെ ഉള്ളൊക്കെ നേരാക്കിയിട്ടാണ് ഞാൻ പോയത് കേട്ടോ. അപ്പോൾ പിന്നെ വലിയ കച്ചറൊന്നുമില്ല. അപ്പോൾ അതാ ഞാൻ ഇപ്പോൾ ഒന്ന് വന്നത് മെയിനായിട്ട് എന്താണെന്ന് വെച്ചാൽ ഒരു സ്കേർട്ടും പിന്നെ അത് ഒരു ടോപ്പും തയ്ക്കാനുണ്ട്. അപ്പോൾ ഇത് ഇന്നലെ അവർ വിളിച്ചിട്ടാണ് ഇന്ന് വേണമെന്ന്. അവർ നാളെ രാവിലെ കല്യാണത്തിന് പോകും. മറ്റന്നാളാണ് തോന്നുന്നു കല്യാണം. അപ്പോൾ നാളെ പോകും. അപ്പോൾ അതുകൊണ്ട് അവർക്ക് മാക്സിമം ഇന്ന് രാത്രി ആയാലും വേണ്ടില്ല കിട്ടണം എന്ന് പറഞ്ഞു. പക്ഷേ രാത്രി വരെ എനിക്ക് നിൽക്കാൻ പറ്റില്ല, കാരണം എനിക്ക് റിട്ടേൺ വീട്ടിലേക്ക് തന്നെ പോകണ്ടേ. അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് വന്നത്. ഇത് തയ്ക്കാണ്ടിട്ട. ആഹാ മാങ്ങല്ല കല്ല് പേത്ത് വീഴരുത്. ശരി നടക്കട്ടെന്നാ. അപ്പോൾ അതെ നമ്മുടെ സ്കേർട്ടും ടോപ്പും കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ സ്കേർട്ട് വരുന്നത്. അടിപൊളി എന്താ പറയുക, ഇത് എന്താ പറയുക, ഗിൽറ്റിൻ്റെ ഒരു ഡിസൈന് വന്നിട്ടുണ്ട്. ഒരു ഇല പോലത്തെ ഡിസൈനാണ് കേട്ടോ ഇതിന് വന്നിട്ടുള്ളത്. സ്കേർട്ടുമ്മ വരുന്നത്. പിന്നെ ടോപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളി റോസ് ഇത് കണ്ടോ, നല്ലൊരു മോഡൽ കഴുത്തൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ചെറിയൊരു പഫ് സ്ലീവ് ആണ് കേട്ടോ. ഇത് കണ്ടോ,
അത് മാത്രം പഫ്ലേ ഉള്ളൂ. ഇവിടെ അത്യാവശ്യം ഒരു വീതിയിൽ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. ബാക്ക് ഓപ്പൺ ആണ്. പിന്നെ അതിൻ്റെ തന്നെ ദുപ്പട്ട കേട്ടോ. ദുപ്പട്ടമ്മ ലേസ് വന്നിട്ടുണ്ട്, ബോർഡർ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ കസ്റ്റമർ കൊണ്ടുവന്നു തന്നെയാണ് കേട്ടോ, അവർ കൊണ്ടുവന്നു തന്നെയാണ്. അപ്പോൾ ഇതാണ് ഇപ്പം ഞാൻ അർജൻറ്റായിട്ടിരുന്ന് തയ്ച്ച ഇതാണ് കേട്ടോ. അപ്പോൾ ഇത് കൊടുക്കാനുണ്ട്. പിന്നെ അതിൻ്റെ ഇടയിലേക്ക് ഒരു വിഷുവിൻ്റെ അടിക്കലും കൂടി കിട്ടിയത്, അതൊന്ന് കാണിച്ചാലേ. അപ്പോൾ ഇതാണ് വിഷുവിൻ്റെ കേട്ടോ. ഇത് നല്ലൊരു ഡാർക്ക് ബ്ലൂ ആയിട്ടുള്ള പട്ടുപാവാട തന്നെയാണ്. പിന്നെ ഇത് ഗ്രീനും പിന്നെ ഒരു മഞ്ഞ, ഇതാണ് ബ്ലൗസ് വരുന്നത്, മഞ്ഞ. പിന്നെ ഇത് ഒരു എന്താ പറയുക, മെറൂണും ഗ്രീനും കൂടി ആയിട്ടുള്ള അതെന്താണ്. പിന്നെ വന്ന പട്ടുപാവാട സെറ്റ് എന്ന് പറഞ്ഞത്. അപ്പോൾ ഇതൊക്കെയാണ്. അങ്ങനെ ഞാൻ ആദ്യം 2 മണിൻ്റെ ബസ്സിന് വരാൻ വിചാരിച്ച്, പക്ഷേ അപ്പോഴേക്കും എൻ്റെ തയ്ക്കൽ കഴിഞ്ഞില്ല. പിന്നെ 2:45 വരാൻ വിചാരിച്ചു. അങ്ങനെ ലാസ്റ്റ് 3:30 ബസ്സിനാണ് കേട്ടോ വന്നത്. എന്താ പറയുക, അതിൻ്റെ ഇടയിൽ ഓരോ കസ്റ്റമറുടെ വരലൊക്കെ കൂടി ആയതുകൊണ്ട് അങ്ങനെ നല്ല വെയിലുണ്ട്. അപ്പോൾ ഞാൻ പിന്നെയൊക്കെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങണ്ടായിരുന്നു വീട്ടിലേക്ക്. പിന്നെ ഞാൻ വിഷുവിൻ്റെ കട്ട് ചെയ്യാനുള്ളതും ഞാൻ വീട്ടിലേക്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് നടക്കാനും വയ്യ, തീരെ വയ്യാതായിട്ടാ. അങ്ങനെ ഞാൻ ഓട്ടോറിക്ഷയൊക്കെ വിളിച്ചിട്ടാണ് പോണത്. ഇതാ കവർ പിടിക്കാൻ ചെല്ലി ഇതാ. അപ്പം ഈ വടി ആരെടുക്കുക? ഇത് ഇവിടുന്ന് ആരെടുത്തോണ്ടാവൂലേ? പിടിക്കും. ഓ കവർ കീറുവോ? സെറ്റ് പറയൂ. ഇതെന്താ പ്രത്യേകത? നാളെ അമ്മച്ചിൻ്റെ ബർത്ത്ഡേ ഉണ്ടോ? യെസ്. അപ്പോൾ അട ഉണ്ടാക്കി കഴിഞ്ഞു. സെറ്റ്. യെസ്. ഓക്കെ. അങ്ങനെ നമ്മളുടെ മക്കള് ചീരിനൊക്കെ വാങ്ങി കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് എവിടുന്നാണെന്നറിയോ? ഞാൻ രാവിലെ പോകുമ്പോൾ കാണിച്ചിരുന്നില്ല, പള്ളീൻ്റെ ഒരു ഉദ്ഘാടനം എന്ന്. അപ്പോൾ അവിടെ മഗ്‌രിബിൻ്റെ നേരത്താണ് ഉദ്ഘാടനം ഉണ്ടായത് കേട്ടോ. പിന്നെ ആരൊക്കെ വന്നിരുന്നു. അപ്പോൾ അവിടുന്ന് കിട്ടിയതാണ് കേട്ടോ. അപ്പോൾ അത് ഞങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു കോലാഹലങ്ങളാണ് കേട്ടോ. അപ്പോൾ ഇത്രയ്ക്കുള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.